യൂസ്ഡ് ടു ഇൻക്രീസ് സിസ്റ്റം കപ്പാസിറ്റി. സെൽ സ്പ്ലിറ്റിൻ്റെ കേസിൽ സിസ്റ്റം കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കോചാനൽ ഇൻ്റർഫറൻസ് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് സെൽ സെക്ടറിംഗ് ആണ്. when a cell is split, the new cell have അതിൻ്റെ റേഡിയസ് എന്തായിരിക്കും? കുറവായിരിക്കും. സെൽ സ്പ്ലിറ്റിംഗ് ഇൻക്രീസസ് ദ നമ്പർ ഓഫ് ബേസ് സ്റ്റേഷൻ. കാരണം സെൽ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ മെയിൻ ഒരു കൺജസ്റ്റഡ് സെല്ലിനെ സ്മോൾ സെൽസാക്കി മാറ്റുമ്പോൾ ഓരോ സെല്ലിലും നമ്മൾ പുതുതായിട്ട് ബേസ് സ്റ്റേഷൻസിനെ പ്രൊവൈഡ് ചെയ്യണം. സോ increases the number of base stations. Next, the main objective of cell splitting എന്തിനാണ്? capacity increase ചെയ്യാൻ. increase traffic handling capacity. cell splitting requires new frequency planning. okay, ശ്രദ്ധിക്കുക, same frequency reuse higher tower cost fewer cells. answer, cell splitting requires new frequency planning. splitting a cell reduces the cell radius. സ്പ്ലിറ്റ് സെല്ലിൻ്റെ റേഡിയസ് കുറയും. ഒരു വലിയ സെല്ലിനെ സ്മോൾ സെല്ലറായിട്ട് മാറ്റുമ്പോൾ സെൽ റേഡിയസ് കുറയും. ഹാൻഡ് ഓഫ് ഫ്രീക്വൻസി കുറയുന്നുണ്ടോ? ട്രാഫിക് ഡെൻസിറ്റി കുറയുന്നുണ്ടോ? ഇതൊന്നുമല്ല വരുന്നത്. ഏതാ? സെൽ റേഡിയസ്. സ്മോളർ സെൽസ് മീൻസ് എന്തായിരിക്കും? സ്മോളർ സെൽസിൻ്റെത് അവിടെ സ്മോളർ സെൽസിൻ്റെത് ലോവർ ട്രാൻസ്മിറ്റ് പവർ ആയിരിക്കും. കാരണം തൊട്ടടുത്തിരിക്കുന്ന സെല്ലുമായിട്ട് അവയ്ക്ക് ഇൻ്റർഫറൻസ് വരാൻ പാടില്ല. സെല്ലിൻ്റെ സൈസ് സ്മോൾ ആകുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ട്രാൻസ്മിറ്റ് പവറും അതോടൊപ്പം കുറയ്ക്കണം, അല്ലെങ്കിൽ അവിടെ ഇൻ്റർഫറൻസ് വരും. ആഫ്റ്റർ സെൽ സ്പ്ലിറ്റിംഗ് ടോട്ടൽ കവറേജ് ഏരിയ എന്താ സംഭവിക്കുക? സെൽ സ്പ്ലിറ്റ് ചെയ്താലും ടോട്ടൽ കവറേജ് ഏരിയ വ്യത്യാസം വരുന്നുണ്ടോ? ഇല്ല. ഓരോ സെല്ലും നോക്കുമ്പോൾ കവറേജ് ഏരിയ കുറയുന്നുണ്ട്. പക്ഷെ മൊത്തത്തിൽ ആ സെല്ലിനെ എന്തായിരിക്കും? അതിൻ്റെ ടോട്ടൽ കവറേജ് ഏരിയ എപ്പോഴും റിമെയിൻ സെയിം ആയിരിക്കും. The process of subdividing a congested cell is called cell splitting. Cell splitting effectively increases capacity. Okay, increases capacity. Cell splittingന്റെ ഉദ്ദേശം തന്നെ capacity increase ചെയ്യാനാണ്. Cell splitting is mainly used in എവിടെയാണ്? ഹൈ ട്രാഫിക് വരുന്ന കണ്ടീഷൻസിലാണ്, ഹൈ ഡെൻസ് ട്രാഫിക് കണ്ടീഷൻസിലാണ് സെൽ സ്പ്ലിറ്റിംഗ് ഉപയോഗിക്കുന്നത്. സോ ഹൈ ട്രാഫിക് അർബൻ ഏരിയാസ്. When cell radius is half, the number of cells increases by. സെൽ റേഡിയസ് ഹാഫ് ആയിട്ടാണ് കുറച്ചിരിക്കുന്നത്. സോ നമ്പർ ഓഫ് സെൽസ് എത്രയായിരിക്കും ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവുക? 4 times. ഓക്കെ, ആ മൊത്തം ഏരിയനെയാണല്ലോ മൊത്തം ഏരിയനെയല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്പ്ലിറ്റാക്കി മാറ്റുന്നത്. അപ്പോൾ 4 times നമ്പർ ഓഫ് സെൽസ് ഇൻക്രീസസ് ബൈ 4 times. πr² എന്ന് പറഞ്ഞ റിലേഷനാണ് ഇവിടെയും വരുന്നത്. സെൽ റേഡിയസ് ഈസ് ഹാഫ്, the number of cells increases by 4 times. The key factor affecting cell splitting design ഏതാ? എന്തുകൊണ്ടാണ് സെൽ സ്പ്ലിറ്റിംഗ് ചെയ്യുന്നത്? ട്രാഫിക് ഡെൻസിറ്റി കൊണ്ടാണ്. ഹൈ ഡെൻസ് ട്രാഫിക് ഉള്ള സമയത്താണ് സെൽ സ്പ്ലിറ്റിംഗ് ഉപയോഗിക്കുന്നത്. പവർ ലെവൽ ഓഫ് എ ന്യൂ സെൽസ് ആഫ്റ്റർ സ്പ്ലിറ്റിംഗ് എന്ത് ചെയ്യണം? നമ്മൾ കുറയ്ക്കണം അല്ലേ? ഒരു വലിയ സെല്ലിന് ഉപയോഗിച്ചിരുന്ന അതേ പവർ സ്മോൾ സെൽസിന് വേണ്ട. കാരണം അവർ ഉപയോഗിക്കുന്ന കവറേജ് ഏരിയ അത്രയും കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പവർ ലെവൽ എന്ത് ചെയ്യും? ലോവർ. സ്മോളർ സെൽസ് ഇംപ്രൂവ്സ്. എന്താണ് ഇംപ്രൂവ് ചെയ്യുക? സിഗ്നൽ അറ്റന്യൂഷൻ ആണോ? നോയ്സ് ലെവലാണോ ഇംപ്രൂവ് ചെയ്യുക? പാത്ത് ലോസ് ആണോ? അല്ല. സ്മോളർ സെൽസ് ഇംപ്രൂവ്സ് സിഗ്നൽ സ്ട്രെങ്ത്.